പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ കടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ നബി ഓരോ കാര്യങ്ങളും അതിന്റെ ക്രമം അനുസരിച്ച് മുആദ് ബിൻ ജബലിന് പറഞ്ഞു കൊടുത്തു. ഇന്നതൊക്കെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും സാധ്യമാവുന്ന കാര്യങ്ങൾ എന്നാണ്. എന്നിട്ട് മുആദ് ബിൻ ജബൽ ഇതെല്ലാം തകർന്നു പോകുന്ന വല്ല കാരണങ്ങളുടെ സംഭവിക്കുമോ? ഇതെല്ലാം ചെയ്തു, പക്ഷെ പരലോകത്ത് എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ തകർന്നു പോകുന്ന വല്ല സാഹചര്യം ഉണ്ടോ? ഇപ്പൊ നബി പറഞ്ഞു, ഉണ്ട്. ഈ പറഞ്ഞ നന്മകളൊക്കെ നീ ചെയ്തു കൂട്ടിയെന്ന് വിചാരിക്കാം, പക്ഷെ ഇതൊക്കെ തകർന്നു പോകും. അപ്പൊ അതെങ്ങനെ നബിയ? അപ്പൊ നബി പറഞ്ഞു, കുഫ അലൈക ലിസാനക, ഇതൊക്കെ നീ ചെയ്താലും നീ നിന്റെ നാവിനെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇദ്ദേഹം നബിയെ, ഇത്രയും വലിയ നന്മകളൊക്കെ നാവ് വല്ല സംസാരിച്ചതിനെ പറ്റി, സംസാരത്തിന്റെ പേരിൽ ഈ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു തകർന്നു പോകുമെന്ന്. അപ്പൊ നബി കുറച്ച് രോക്ഷത്തോട് ചോദിച്ചു, നീ എന്താണ് മുആദ് പറയുന്നത്? വഹൽ യക്ബുൻ നാസ അലാ വുജൂഹി ഫിന്നാരി ഇല്ല ഹസായിദ് അൽസിനത്തിഹിം. മുആദേ, അധികം ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവുകളുടെ സമ്പാദ്യം കൊണ്ട് മാത്രമാണ് എന്നാണ്. അതാണ് ഹദീസിന്റെ ആശയം. നമ്മൾക്ക് വളരെ ഗൗരവത്തോട് സൂക്ഷിക്കുന്ന വിഷയമാണ്. നമ്മൾ എത്ര വലിയ നന്മകൾ ചെയ്താലും ശരി, ആ നന്മകളൊക്കെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ പക്കത്ത് നിന്നുള്ളത് ഏതാ? നമ്മുടെ നാവിന്റെ സംസാരമാണ്. എല്ലാം ചെയ്തു, പക്ഷെ നമ്മുടെ നാവ് നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ നാവിന്റെ സമ്പാദ്യം കൊണ്ട് അല്ലെങ്കിൽ നാവ് അധ്വാനത്തിന്റെ ഫലമായി ഇതൊക്കെ തകർന്ന് നമ്മൾ ഈ നാവ് തന്നെ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നർത്ഥം. അപ്പൊ ഈ നന്മകളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നാവിന്റെ സംസാരത്തെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സംസാരം കൊണ്ട് തന്നെ ഇതെല്ലാം തകർന്നു പോകും, പിന്നെ ഒരു നേട്ടം നിനക്ക് കിട്ടുകയില്ല എന്ന് വളരെ രോക്ഷത്തോടും ഗൗരവത്തോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബലിനോട് പറയുന്നുണ്ട്. അപ്പൊ ഒരു വശത്ത് നമ്മൾ നന്മകൾ ചെയ്തു കൂട്ടുക, മറുവശത്ത് നമ്മൾ അറിയാതെ നമ്മുടെ സംസാരവും കാരണം ഇതൊക്കെ തകർന്ന് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഗൗരവം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.